ഹലോ, നമസ്കാരം. ഞാൻ റവറൻഡ് സാലൻ സച്ചിനാണ്. എൻ്റെ ചാനലുകളാണ് FLB സാലൻസ് മീഡിയ, ഇതിൻ്റെ ലേബൽ ചാനലാണ്. അതിൽ നിന്നുകൊണ്ട് FLB FM റേഡിയോയും ഹോളി ഹാർവസ്റ്റ് TVയും ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നെക്കുറിച്ച് പറയാനാണ് വന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറച്ച് സമയം കിട്ടി കേട്ടോ. അങ്ങനെ ആയപ്പോൾ കുറച്ചുകൂടി ടെക്നോളജി പരമായ കാര്യങ്ങളിൽ വെറുതെ എന്തെങ്കിലും കണ്ടിരിക്കാതെ ഓരോ നിമിഷവും പഠിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ഔട്ട്കമ്മിങ്സാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ നാളുകളിൽ ഞാൻ വീണ്ടും റെസ്റ്റിലായിരുന്നു. കാര്യം കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. 2022 നടന്ന മണിവള സഭയിൽ നടന്ന ഒരു വിഷയമാണ്, ഓർമ്മയില്ലേ? അന്ന് ഞാൻ കാല് അൾത്താരയിൽ വെച്ച് തെന്നുകയും പിന്നീട് അത് കാലിൻ്റെ പുറകിലുള്ള നമ്മുടെ ലിഗമെൻ്റ് ടാഗ് പൊട്ടുകയും അത് പിന്നീട് ഓപ്പറേഷൻ ചെയ്തു. ഇൻഫെക്ഷനായി 2-3 തവണ മുറിവ് വന്നു. പിന്നെ സുഖമായിട്ട് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഈയിടയ്ക്ക് മക്കളുമായിട്ടൊക്കെ പലതരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ ഞാൻ സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നദിയിൽ നീന്തുകയും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. പക്ഷേ എന്തോ ഒരു അജ്ഞാതമായ കാരണം നിമിത്തം കാലിന് വീണ്ടും മുറിവ് വരികയുണ്ടായി. ആ മുറിവ് ഒരു 1.25 മാസം വരെ ഞങ്ങൾ ഓർത്തോ ഡോക്ടർമാരുടെ സപ്പോർട്ടോടുകൂടി ശ്രമിച്ചു. പക്ഷേ മുറിവ് ഉണങ്ങിയില്ല. ഇതിനോടൊപ്പം തന്നെ ഒത്തിരി ആൻറ്റിബയോട്ടിക്കുകൾ എനിക്ക് കഴിക്കേണ്ടി വന്നു. അതിനിപ്പോൾ എന്തൊക്കെയാകുമെന്ന് എനിക്കറിയില്ല, അതിൻ്റെതായ സൈഡ് എഫക്ട്സ്. എന്തായാലും അതിനുശേഷം സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്ലാസ്റ്റിക് സർജറിയിലേക്ക് എന്നെ റെഫർ ചെയ്യുകയും അവരെന്നെ നോക്കി വലത് കാലിൽ നിന്ന് തൊലി വെട്ടി വെച്ച് ഒരു സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് ഇപ്പോൾ സുഖമുണ്ട്. പക്ഷേ ഇനി എന്നെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കാലിൻ്റെ ഈ കുതുകാൽ എന്ന് പറയുന്ന ആ ഭാഗത്താണ് മുറിവ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്നാണ്. ബോഡി വെയ്റ്റ് പറ്റുന്നത് പോലെ കുറയ്ക്കണം, യാത്രകൾ നന്നായിട്ട് ഒഴിവാക്കണം, ഡാൻസ്, അതോടൊപ്പം തന്നെ നദിയിലെ നീന്തുക, മലകയറ്റം. എൻ്റെ പ്രോഗ്രാംസ് അറിയാമല്ലോ നിങ്ങൾക്ക്, അതൊന്നും നടത്താൻ കഴിയില്ല എന്നാണ് അവരുടെ അഭിപ്രായം. കാരണം വെച്ചാൽ കാലിന് അമിതമായി ടെൻഷൻ കൊടുക്കാനായിട്ട് പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, മറ്റൊരു ശൈലിയിലേക്ക് ഞാനിനി മാറേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ റെസ്റ്റിലാണ്. ആശുപത്രിയിലായിരുന്നു 2 മാസം. പിന്നെ വീട്ടിൽ വന്ന് ഇപ്പോൾ റെസ്റ്റിലാണ്. കാല് ഏകദേശം സുഖമായി വരുന്നു. ചെറിയ രീതിയിൽ നടന്നു തുടങ്ങാനായിട്ട് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ പള്ളിയിലും കയറി ഇരുന്നുള്ള ശുശ്രൂഷയാണ് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ആരാധന നടത്തുന്നുണ്ട്. മറ്റ് വിസിറ്റിങ്ങും പ്രോഗ്രാംസും ഒന്നും പ്രത്യേകിച്ച് ഇല്ല. പിന്നെ അത്യാവശ്യം വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആക്റ്റീവ ഉപയോഗിക്കാം, പിന്നെ കാറ് ചെറുതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാലിലെ കെട്ടുകളൊക്കെ മാറ്റി കേട്ടോ. എന്തായാലും ഇനി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ വേറെയും ചില ചലഞ്ചസാണ് എനിക്ക് വന്നിട്ടുള്ളത്. വൈഫ്, അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പറ്റി. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഉടനെ ശരിയാകും. ചലഞ്ചസാണ്, ശുശ്രൂഷമാരല്ലേ, ചലഞ്ചസാണ്, വെല്ലുവിളികളുടെ നടുവിലാണ് ഞാനായിരുന്നത്. പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് പറയണ്ടല്ലോ, നമ്മളൊക്കെ ഇല്ലായ്മയിൽ നിന്ന് പഠിച്ചു വന്ന ഒരു സാഹചര്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടായിരുന്നു. പഠിച്ച സമയത്തുള്ള കടങ്ങൾ അതെല്ലാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഓൺലൈൻ ലോണുകളും പിന്നെ ആഭരണം വെച്ചിട്ടുള്ളതും കൈവായ്പ വാങ്ങിയിട്ടുള്ളതും ഇങ്ങനെയൊക്കെ വായ്പകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വശത്ത് ഒരു ചെറിയ ചലഞ്ചസാണ്. അതിനിടയിലൂടെയാണ് ഹോസ്പിറ്റലിലായത്. ഹോസ്പിറ്റലിൽ 3 ദിവസത്തിലൊരിക്കൽ ബില്ല് അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇൻഷുറൻസിലാണ് ഞാൻ ആദ്യം പോയി കിടന്നത് കേട്ടോ. നമ്മുടെ ഈ കാസ്പ് ഗവൺമെൻറ് ഇൻഷുറൻസ് അത് കഴിഞ്ഞു ഓവറായപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ സർജറി അങ്ങനെ നമ്മുടെ ദക്ഷിണേന്ത്യ മഹായിടവക അവർ അവസാനത്തെ ബില്ലിൽ നിന്ന് നമുക്ക് റിഡക്ഷനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്, ചെറിയ സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. എങ്കിലും 3 ദിവസത്തിലേക്ക് ബില്ല് ചെയ്യുന്നതുകൊണ്ട് കുറേ തുക നമ്മൾ അടയ്ക്കേണ്ടി വന്നു. നല്ലൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വന്നു. സാമ്പത്തികമായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സഭയിലും ഇപ്പോൾ എന്താ പറയുക, ആളുകളുടെ കുറവോ സാമ്പത്തിക വരുമാനം കുറവോ ഇതൊക്കെ ആയിട്ട് ഇവിടെയും വരുമാനം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കടമൊക്കെ വരുമ്പോൾ എല്ലാം മേക്ക് ചെയ്ത് പോകാനായിട്ട് സഭയ്ക്കും കഴിയില്ല. പിന്നെ ഒരാളെ അസിസ്റ്റൻ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവർക്ക് സാമ്പത്തികം കൊടുക്കണം. അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ട്. പിന്നെ അതിൽ കൂടെ മോന് ആശുപത്രിയിലായി, മോൾ ആശുപത്രിയിലായി. അതെല്ലാം ബില്ലുകൾ വരുന്നത് 21,000, 30,000 ഇങ്ങനെയുള്ള ബില്ലുകളാണ് വരുന്നത് കേട്ടോ. പിന്നെ വൈഫ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കയ്യിലൊരു ഫ്രാക്ചർ പറ്റി, ഒരു മേശ വീണിട്ട് കയ്യിൽ വിരലുകളിങ്ങനെ പൊട്ടൽ പറ്റി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് വൈഫും ഹോസ്പിറ്റലായി. വലിയ ചാലഞ്ചസാണ്. ഇതൊക്കെയാണ് സിറ്റുവേഷൻ. അപ്പോൾ സഭയുടെ കാര്യങ്ങളൊക്കെ മറ്റൊരാളെ വെച്ച് നടത്തുന്നുണ്ട്. മഹായിടവക പിന്നെ മറ്റൊരു ചുമതല നിങ്ങൾക്ക് അറിയാമല്ലോ, ദക്ഷിണേന്ത്യ മഹായിടവകയുടെ ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ടറായിട്ടാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 7 വർഷത്തിനടുപ്പിച്ചാവും അല്ലേ? 2020. തീർച്ചയായും
2020 മുതലാണല്ലോ ചാർജ് കിട്ടിയിരുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. തുടക്കത്തിൽ മുൻകാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരൊന്നും ഒന്നും അവിടെ ശേഷിപ്പിച്ചിട്ടില്ല. എന്താ പറയുക, ചാനൽ പോലും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ആദ്യമായി വന്നൊരു ചാനലിന് പേരിട്ട് ചാനൽ ആരംഭിച്ചു. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പേപ്പറുകളും അപേക്ഷകളൊക്കെ കൊടുത്തു. അങ്ങനെ നമുക്ക് ബഹുമാനപ്പെട്ട പ്രവീൺ സാറും അന്ന് തിരുമേനിയും ഭാരവാഹികളൊക്കെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു തന്നു. ആദ്യം എനിക്കൊരു, ഞാൻ പറഞ്ഞതനുസരിച്ച് ഓഫീസ് സ്റ്റാഫിനെ തന്നു. പിന്നെ എഡിറ്റർമാരെ പലരെയും തന്നു. ഇപ്പോൾ ജോയിയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ പലരെ, ജോയി ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത് നമ്മുടെ. പിന്നെ അങ്ങനെ പോയി. ഇപ്പോൾ പുതിയ ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നതിന് ശേഷം പുതിയൊരു ബോർഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നേതൃത്വം കൊടുക്കുവാനായിട്ട് നമ്മുടെ അരുൺ പെരുമ്പക്കോണത്തെ സെക്രട്ടറി ആയിട്ട് സ്ഥാനങ്ങൾ നൽകി. അപ്പോൾ ഇപ്പം അരുൺ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അരുണ് പ്രത്യേകിച്ച് എനിക്ക് സഭയുടെ ചുമതലകൾ ഉള്ളതുകൊണ്ട്, അന്ന് ആദ്യകാലഘട്ടത്തിലൊക്കെ ഞാൻ ഓടി നടക്കുമായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് അവിടെ വരുമായിരുന്നു, ഓർമ്മയുണ്ടാകും പലർക്കും. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കാറിൽ കൊണ്ടുവരിക, ബൈക്കിൽ കൊണ്ടുവരിക, നെഞ്ചിൽ കെട്ടിയിട്ട് കൊണ്ടുവരിക, വലിയ മീറ്റിംഗ് നടക്കുമ്പോൾ സെർലാക്ക് കുഞ്ഞിനെ കലക്കി കൊടുക്കുക. അങ്ങനത്തെ വല്ല അവസ്ഥയായിരുന്നു. അല്ല, കൈക്കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് കൊച്ചമ്മ ജോലിക്ക് പോകും, കുഞ്ഞിനെയും കൊണ്ട് വന്ന് അങ്ങനെ എല്ലാ ദിവസവും വരുമായിരുന്നു. ഏകദേശം 1-2 വർഷം വരെ ടി എ പോലും കിട്ടാതെ, എനിക്ക് അറിയില്ലായിരുന്നു ടി എ ഉള്ള കാര്യം പോലും. അപ്പോൾ അത് എല്ലാ ദിവസവും വരുമായിരുന്നു. ഒത്തിരി ചിലവാക്കി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അതൊക്കെ കഴിഞ്ഞു, ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പോൾ അന്ന് ഞാൻ ചെയ്തിരുന്നത് എന്നെക്കൊണ്ട്, ഞാനൊരു വീഡിയോ എഡിറ്ററോ ക്യാമറമാനൊന്നും ആയിരുന്നില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഈ ആഗ്രഹങ്ങളുണ്ട്, വീടിന് സാഹചര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയ മൊബൈലൊക്കെ വെച്ച് സെൽഫി എടുത്തും കൊച്ചു വീഡിയോ ഒക്കെ എടുത്ത് പഠിച്ച് ആഗ്രഹം, ഈ ഫീൽഡിൽ ആഗ്രഹവും പാഷനും ഉണ്ട്. അത് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ്, അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് കരുതിയിട്ടാണ് എന്നെ ബോർഡിലേക്ക് എടുത്തത്. അറിവ് പരിമിതമായിരുന്നെങ്കിലും അവരെന്നെ എടുത്തു. ഇന്ന് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പേടിച്ച് വന്ന ജോയി ഇപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ജോയി വളരെ സ്മാർട്ടായിട്ട് കാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരെയും പരിചയപ്പെട്ടു. ഇപ്പം അരുണൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ എനിക്ക് അവിടുത്തെ ഒരു തലവേദന പ്രത്യേകിച്ച് ഇല്ല. എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ പ്രധാന ജോലി സഭയുടെ ശുശ്രൂഷയാണല്ലോ. അപ്പോൾ സഭയുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പോകുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യ കാര്യങ്ങളിൽ, മഹായുടെ കാര്യങ്ങളിലും ടെക്നിക്കൽ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ അറിയുന്നില്ല. അത് എല്ലാ കാര്യവും അരുണ് തന്നെ അങ്ങ് ചെയ്യുകയാണ്. അത് നല്ല കാര്യം, നടന്നു പോട്ടെ. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. കാരണം ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ ഒന്നും കൊള്ളത്തില്ലെന്നാണ് അഭിപ്രായം. എനിക്കറിയില്ല, നിങ്ങൾക്കേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ടൻറ്റ് ക്വാളിറ്റി കുറവാണെന്നും അതൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ മഹായുടെ ഓഫീസിൽ നിന്നൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മാനസികമായിട്ടൊരു അകൽച്ച എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ വേണ്ടാത്തതായിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല, അതല്ലേ എൻ്റെ ശരി. അപ്പോൾ മാറണമെന്നുണ്ട്. പിന്നെങ്കിലും എൻ്റെ ഒരു ബഹുമാനപ്പെട്ട സഭയോടും തിരുമേനിയോടും പ്രവീൺ സാറിനോടും ഉണ്ട്. കാരണം എൻ്റെ വീഴ്ചകളെല്ലാം കൈത്താങ്ങിയവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അവരെ മറക്കത്തില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഞാൻ ചെയ്യും. അത് ഇനിയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും സഭയുടെ കാര്യവും കുഞ്ഞുങ്ങളുടെ കാര്യം ആകുമ്പോൾ കുടുംബമൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഒക്കെ ഉണ്ട്. അവരെ കൂടെ എപ്പോഴും എനിക്ക് പോയി നടക്കാനായിട്ടും പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളിലും കൂടി നടത്താൻ പറ്റുന്നില്ല എന്നുള്ളത് കുറവ് എനിക്കുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഈ കുറവുകളൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതങ്ങനെ അവർ ഉൾക്കൊണ്ടില്ല. എന്തോ എൻ്റെ ആത്മാർത്ഥത കൊണ്ടാണോ, എന്നിൽ നിന്ന് എൻ്റെ ക്വാളിറ്റി കൊണ്ടാണോ, അതെന്താണെന്നറിയില്ല. പക്ഷെ ഇപ്പോൾ എന്തായാലും നിലവിൽ ഞാൻ ക്വാളിറ്റി കുറഞ്ഞവനാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും എൻ്റെ ടാലൻറ്റുകൾ ഒരിക്കലും ഒരു മീഡിയയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഇനി പണ്ട് ബൈബിൾ ഷൂട്ട് ചെയ്യണം, ദൈവവചനം ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസംഗിക്കണം, ആ പ്രസംഗമൊക്കെ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കണം, മീഡിയ മിനിസ്റ്റർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നടത്തിയ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പഠിച്ചതും അങ്ങനെയൊക്കെ എത്തിയത് കേട്ടോ. ഇനി എനിക്ക് മീഡിയ മിനിസ്റ്റേഴ്സിൻ്റെ സ്വപ്നങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷേ കാലിലിങ്ങനെ വന്നതുകൊണ്ട് ഇനി എനിക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. ഒരു റേഡിയോ സ്റ്റേഷൻ, ഒരു TV സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ഒരു ലൈവ് യൂണിറ്റ് എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന വെഹിക്കിൾ യൂണിറ്റ്, പിന്നെ ക്യാമറകൾ, ആക്സസറീസുകൾ, ഇതൊക്കെ ദൈവവേലയ്ക്ക് ഭാഗമായിട്ട് പുതിയ മെത്തേഡിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മനസ്സുകൊണ്ടും മടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. എങ്കിലും പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ ഹിതം അതാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തിരിക്കുക. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ദൈവം എന്നെ അതിലേക്ക് എത്തിക്കട്ടെ. അതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. ഞാനിനി അങ്ങ് വിട്ടുകൊടുത്തിരിക്കുക. ഇപ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് കഴിവില്ല എന്നാണ്, ഞാൻ കൊള്ളത്തില്ലെന്നാണ്. കാണാനും കൊള്ളത്തില്ല അല്ലേ.
സത്യത്തിൽ മാനസികമായിട്ട് അങ്ങനെ ഞാൻ മനസ്സിലങ്ങനെയാണ്. മനസ്സിനകത്ത് യൗവനമാണ് ഇപ്പോഴും ഒരു 15 20 ആ ഒരു സ്പീഡാണ് എന്നിൽ നിന്ന് ഔട്ട് വരുന്നത്. അതെല്ലാവരും ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾ പലരും ഉൾക്കൊള്ളുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താവട്ടെ, പക്ഷേ ദൈവം ഒത്തിരി താലന്തുകൾ അല്പം തന്നിട്ടുണ്ട്, പൂർണ്ണമായിട്ടല്ല. കാരണം എന്നെക്കാളും മികച്ചവരാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ട് മുമ്പോട്ട് പോവുകയാണ്. അത് വെച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ആ താലന്തുകൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ. പിന്നെ വെറുതെ ഇരിക്കാതെ മൊബൈലിൽ നിങ്ങൾ നോക്കുന്നെങ്കിൽ തന്നെ എന്തെങ്കിലും ടെക്നോളജിയുടെ പഠിത്തമായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസിൻ്റെ റേഡിയോ അനൗൺസ്മെൻറ്റും അതോടൊപ്പം തന്നെ വചന ശുശ്രൂഷകൾ, അത് പിന്നെ കൺവെൻഷൻ അനൗൺസ്മെൻറ്റ്, ഓണാഘോഷ അനൗൺസ്മെൻറ്റുകൾ, ഇതൊക്കെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുകയാണ്. അല്ലാതെ സഭയുടെ ശുശ്രൂഷയോ മറ്റൊന്നിനും തടസ്സപ്പെടുത്തിയല്ല, വെറുതെ ഇരിക്കുമ്പോൾ. വെറുതെ ഇരിക്കുന്ന സമയം പിന്നെ എനിക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതുകൂടി എനിക്ക് പെട്രോൾ അടിക്കാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ ലോണുകൾ, ആ ലോൺ തീർക്കാൻ മറ്റൊരു ലോണ്, ആഭരണങ്ങൾ, എൻ്റെ കയ്യിലൊന്നും ഒന്നുമില്ല, കാര്യത്തിലൊന്നുമില്ല, എല്ലാം അതാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ അതായിപ്പോയി. പിന്നെ വാഹനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കൽ ടയർ മാറ്റുന്നു, ഒരിക്കൽ ഇൻഷുറൻസ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. നമുക്ക് സത്യത്തിൽ ഡോക്ടർ ഒരു ചെരുപ്പ് വാങ്ങിച്ചാൽ പറഞ്ഞായിരുന്നു കേട്ടോ, ഒരു 1000 രൂപയുടെ ചെരുപ്പ്. അതിന് ഒരു പറ്റുന്നില്ല. ഒരു സാമ്പത്തിക ടെൻഷനുണ്ട്. ഇല്ലേന്ന് വെച്ചില്ല, ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് എന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഏൺ കിട്ടുമ്പോൾ നമുക്കത് സപ്പോർട്ട് കിട്ടും, കടം കൂടത്തില്ല എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എന്നെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞാൽ കേട്ടോ. ഞാനൊരിക്കലും വ്യക്തിപരമായി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ, അവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് കൂടെ ആണെങ്കിൽ, നല്ല വാക്കുകൾ, പ്രോത്സാഹന വാക്കുകളാണ് പലതും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ തരുന്ന ചെറിയ 100 തരുന്ന അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്. അതൊക്കെയാണ് എൻ്റെ ഈ ഔട്ട്കം. ഇതൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു തോന്നി. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ഒരു വശത്ത് ഡിപ്രഷനൊക്കെ ഉണ്ട്, ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ദൈവം എന്നെ നടത്തുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തിലോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ ദൈവത്തിലോട്ട് കൊടുക്കും. എനിക്ക് നല്ലൊരു കീബോർഡില്ല, എല്ലാം കംപ്ലൈൻറ്റാണ്. കീബോർഡൊക്കെ പഴയത് വാങ്ങി അത് കംപ്ലൈൻറ്റ്. ഇപ്പോൾ എല്ലായിടത്തും 2-3 കീബോർഡുണ്ട്, പലയിടത്തിരിക്കുക, അതെല്ലാം പലയിടത്ത് കിടക്കുക. പിന്നെ എന്താ പറയുക, കീബോർഡില്ല. എഡിറ്ററാണെന്ന് വെച്ചാൽ, വീഡിയോ എഡിറ്റർ എന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരു മിനിമത്തിന് താഴെയാണ്, ഒന്നും ആയിട്ടില്ല. എല്ലാം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്, എല്ലാത്തിനും പൈസയാണ്. പക്ഷേ ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് വഴിയെ നിന്ന് കൊടുക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ എത്തിച്ചേരും. പിന്നെ എന്നെ അവഗണിക്കുന്നവരോട് പറയട്ടെ, ഇതാണ് ഞാൻ എൻ്റെ ദൈവം തന്ന കഴിവുകളെ മറ്റുള്ളവരോട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. മെയിൻ എൻ്റെ അജണ്ട ദൈവവേലയാണ്. അപ്പോൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ സപ്പോർട്ട് ആവശ്യമുള്ളവർക്കെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ ഇടവേളകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു തരും. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം, ഇതാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് വെല്ലുവിളികളുണ്ട്, വെല്ലുവിളികൾ അതിജീവിച്ചു മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നെ ഒരുപാട് പേര് മോശം വെച്ച് തീർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പേര് എന്നെ മോശമായ എന്താ പറയുക രീതിയിലൊക്കെയാണ് കാണുന്നത് കേട്ടോ. എന്താണെന്ന് അറിയില്ല. എല്ലാവർക്കും എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. എന്താ പറയുക, പിന്നെ ദൈവം തരുന്ന താലന്തുകൾ ആർക്കും മോട്ടിക്കാൻ പറ്റത്തില്ല. ചെറിയ താലന്തുകളൊക്കെ തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പൂർണ്ണമല്ല, ആർക്കും മോട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. ചെറിയ വിഷമമുണ്ട്, പലർക്കും അവഗണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആവശ്യമായ ഒരു പരിഗണന നമുക്ക് തരുന്നില്ല. പിന്നെ ശുശ്രൂഷൻ എന്ന നിലയിൽ എൻ്റെ ജോലി ദൈവത്തെ ഘോഷിക്കുക, അത് നന്നായി ചെയ്യാൻ ശ്രമിക്കും. പിന്നെ എല്ലായിടത്തും കുറവുകളുണ്ടാകും. സഭയുടെ ശുശ്രൂഷ നോക്കിയാലും പൂർണ്ണ വിജയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഇനി എന്തൊക്കെയോ മികച്ചതാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആരുമാകാൻ പറ്റത്തില്ല. ഞാൻ തന്നെയാണ് റവറൻഡ് സാലൻസ് അച്ഛനാണ്. അപ്പോൾ എൻ്റെ കൂടെ പറ്റുന്ന ശുശ്രൂഷയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ. പിന്നെ ദൈവ കരങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വേദപുസ്തകം തന്നിട്ടുണ്ട്, മീഡിയ മിനിസ്ട്രി തന്നിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ശുശ്രൂഷകൾ ചെയ്യുക, മരിക്കുക. എപ്പോൾ മരിക്കുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നതിനൊക്കെ ഒരു വ്യഗ്രത. മരിക്കുന്നതിന് മുമ്പ് മാനം തൊടണം, ഇതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ആരോടും പ്രത്യേകിച്ച് പറയാനല്ല. അതുകൊണ്ട് മീഡിയ വഴി പറയുന്നു. കേൾക്കുവാൻ താല്പര്യമുള്ളവർ കേൾക്കട്ടെ. കൂടെ നിൽക്കാൻ കഴിയുന്നവർ കൂടെ നിൽക്കണം, പ്രോത്സാഹിപ്പിക്കുക. മനസ്സ് ചെറുപ്പമാണ്, ശരീരമാണ് ഇങ്ങനെ കൈക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ വളരെ കുറവാണ്. പിന്നെ എക്സസൈസിന് ചെയ്യാൻ പറ്റില്ല. ഇരുന്നുകൊണ്ടുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്, ഇരുന്നുള്ള ഡമ്പൽ വെയിറ്റിംഗ് എടുപ്പും ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയോ വെച്ച് മിസ്സായിപ്പോയി അല്ലേ, അങ്ങനെ തന്നെ പറയാം. ശരി, പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും സപ്പോർട്ട് വേണേ. ഇതൊക്കെയായിരുന്നു ഈ മാസങ്ങളിൽ ഞാൻ വീട്ടിലായിരുന്നു എൻ്റെ ഒരവസ്ഥ. ശരി, ഇനിയിപ്പോൾ അടുത്ത മുമ്പോട്ടുള്ള കാര്യം എങ്ങനെ എനിക്കറിയില്ല. ദൈവത്തിലിട്ട് കൊടുത്തിരിക്കുന്നത്, എനിക്ക് പ്രത്യേക പ്ലാനിങ് ഒന്നുമില്ല. ദൈവത്തിലിട്ട് കൊടുത്തിരിക്കുക. ദൈവം എന്നെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ നിൽക്കും. ആർക്കൊക്കെ വേണ്ടി എൻ്റെ ആവശ്യമുണ്ടോ അവർക്കെല്ലാം വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ നിൽക്കുമെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ പഠനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ MA ഇംഗ്ലീഷ് കഴിഞ്ഞു, ഇനി അടുത്ത് BD കഴിഞ്ഞു, അടുത്ത് ഡോക്ടറേറ്റിന് വേണ്ടി ഞാൻ എൻട്രൻസ് എഴുതി ഞാൻ നിൽക്കുകയാണ്. 2 തവണ എഴുതി,
പഠിത്തത്തിൽ വലിയ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോളജ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ടെക്നോളജിയുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. പരിശ്രമമാണല്ലോ എല്ലാവരും വിജയിക്കുന്നത്. ഞാൻ പരിശ്രമിക്കുകയാണ്, എന്നാൽ ഞാൻ പൂർണ്ണനല്ല, ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് ഇൻ്റർവ്യൂവിലൊക്കെ ഞാനിങ്ങനെ പുറന്തള്ളപ്പെട്ടു. ഇനി ഒന്നുകൂടെ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിഗ്രികളൊക്കെ എടുത്തോണ്ട് മരിക്കുന്നത് വരെ, അവസാനം മരിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു ഇതല്ലേ, പഠിക്കണമല്ലോ, അതൊക്കെ നമ്മുടെ ഇതല്ലേ. പിന്നെ നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ സുവിശേഷ വേലയാണ് പ്രധാനമായിട്ട് എൻ്റെ മെയിൻ ഗോൾ. ഗോസ്പൽ ബാൻഡ് ഉണ്ടായിരുന്നു, വീണുപോയി. പള്ളിയുടെ ശുശ്രൂഷ വരുമ്പോൾ നമുക്ക് ആർക്കും വാക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് നിന്നാൽ നമുക്ക് നല്ല രീതിയിൽ ശുശ്രൂഷയൊക്കെ ചെയ്യാം. ഓക്കെ, വേറെ എന്തൊക്കെ പറയാനുണ്ട്, അടുക്കി ചിട്ടയില്ലാതായി പറഞ്ഞു. എന്നെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കുക. ശരി, കാണാം.